ഇത്? ചേച്ചി കൊള്ളാലോ. ചുമ്മാതിരിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു വീടാവുമ്പോ ഇഷ്ടം പോലെ ജോലികൾ കാണും, പ്രത്യേകിച്ച് നമ്മള് പെണ്ണുങ്ങൾക്ക്. ഒന്നരടം ദിവസം എല്ലാ മുറികളും ഞാൻ കഴുകിയിടുമായിരുന്നു. ഇവിടെ ആഴ്ചയിൽ ഒരിക്കലാണ് വീട് വൃത്തിയാക്കുക. ജോലിക്ക് ആളുണ്ടോ? ഇല്ല. ആരും വിശ്വസിച്ച് നിർത്താൻ പറ്റില്ല ചേച്ചി. വീട്ടുകാരെ കൊന്നിട്ട് ജോലിക്കാര് കവർച്ച നടത്തുന്ന എത്ര വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. അല്ലേലും ജോലിക്കാര് ശരിയാവില്ല. ചേച്ചി അതവിടെ വെച്ചേക്ക്. എന്നിട്ട് ഇവിടെ എങ്ങാനും വന്നിരിക്കേ. TV വെച്ച് തരണോ? ഓ, ടിവിയിൽ എന്തോ കാണാനാ. കുറെ സീരിയലുണ്ട്, ചിലത് കൊള്ളാം, ബാക്കിയൊക്കെ ഒരു വകയാ. പിന്നെ ന്യൂസാ. ആങ്ങളെയും പെങ്ങളും, അതല്ലെങ്കിൽ അച്ഛനും മകളും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുമോ? ഇപ്പോഴത്തെ TV ന്യൂസ് ഓ, എന്തൊക്കെ അനാവശ്യങ്ങളാ. ചിലപ്പോ പഴയ സിനിമ വരും, അതാ ഒരു ആശ്വാസം. ആ, ഈയിടെയേ വാഴ്വ്യമായും ഉണ്ടായിരുന്നു. ജലജ സീരിയല് കാണുന്നെങ്കിൽ TV വെച്ചോ. അങ്ങനെ ഒരു പതിവില്ല ചേച്ചി. ഇതാരാ? ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടി മോളായിരിക്കും. ആ, സുന്ദരിയാണല്ലോ. ഇതിലും ചെറിയ പ്രായത്തിലുള്ള ഫോട്ടോസ് ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു. ഞങ്ങള് വെളിയിലായിരുന്നല്ലോ, എവിടെയും മിസ്സായിപ്പോയി. വീട്ടിൽ സജീവിന്റെയും ശ്രുതിയുടെയും ഓരോ പിറന്നാളിനും ഫോട്ടോ എടുത്ത് വെക്കുമായിരുന്നു. എല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നതാ. പറഞ്ഞതുപോലെ എവിടെയോ നഷ്ടപ്പെട്ടു. ജീവിതം തന്നെ നഷ്ടപ്പെട്ടു, പിന്നെയാണോ ഫോട്ടോ? ഒക്കെ ശരിയാവും ചേച്ചി. മോള് തിരിച്ചു വരും. മോന്റെ കേസ് വിധിയായില്ലല്ലോ. അയാള് നിരപരാധിയാണെങ്കിൽ വിധി അനുകൂലമായിരിക്കും. മറ്റാരുടെയെങ്കിലും കാര്യമായിരുന്നെങ്കിൽ ഞാനും ഇതുപോലെ ആശ്വസിക്കുമായിരുന്നു. പക്ഷെ സ്വന്തം കാര്യമാ. ആശ്വസിക്കാൻ തോന്നില്ല. അതാ ഇതുവരെയുള്ള അനുഭവം. ഒരു 10 വയസ്സുവരെ എന്റെ സാരത്തുമ്പിൽ നിന്ന് മാറില്ലായിരുന്നു ശ്രുതി. സ്കൂളിൽ കൊണ്ടുവിടാനും വിളിച്ചോണ്ടുവരാനും അമ്മ വേണം, ചോറ് വാരിക്കൊടുക്കണം. 5 6 വയസ്സുള്ളപ്പോ ഒരിക്കൽ മോള് പറഞ്ഞത് എന്താണെന്നോ? വലുതാവുമ്പോ എനിക്ക് അമ്മയെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എന്ന്. ഇപ്പോഴോ എന്റെ പേര് കേൾക്കുന്നതേ ചതുർത്ഥിയ. എത്ര തവണ ഞാൻ വിളിച്ചു, ഫോൺ എടുത്തിട്ടില്ല. ചേച്ചിയുടെ ഫോണിൽ നിന്ന് വിളിക്കുമ്പോഴല്ലേ എടുക്കാത്തത്? ഇപ്പൊ എന്റെ ഫോണിൽ നിന്ന് വിളിക്കാം, അറ്റൻഡ് ചെയ്യാതിരിക്കില്ല. ഞാൻ സംസാരിക്കാം, നമ്പർ പറ. അതുകൊണ്ട് കാര്യമില്ല. 1 മാസം മുമ്പ് അവള് പഴയ നമ്പർ മാറി, പുതിയ തൊട്ട് അറിയാനും വയ്യ. മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മതിക്കരുതെന്ന് അമ്മ പറയുമായിരുന്നു. ഞാൻ മതിച്ചില്ല, കൊതിച്ചു. അനുഭവ യോഗം ഉണ്ടായില്ല. എന്ത് ചെയ്യാം, ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തു. അങ്ങനെ വിചാരിക്കാതെ കുറെ ദിവസം ഇവിടെ നിന്നിട്ട് പോകാം. അടുത്ത 2-3 അമ്പലമുണ്ട്, അവിടെ പോയി തൊഴാം. ഒരു ദിവസം ഞങ്ങളുടെ മോളുടെ വീട്ടിലും പോകാം. അവര് അടുത്താണ് താമസിക്കുന്നത്? കുറച്ച് ദൂരേ ഉള്ളൂ. മരുമോന്റെ വീട്ടിലല്ലേ? അല്ല, സുപ്രിയും ഭർത്താവും മാത്രമായി വേറെ വീട്ടിലാണ് താമസം. ഓ, വാടകയ്ക്കോ? ഇവിടെ ഞങ്ങൾ മോൾക്കായി വാങ്ങിയ വീടാ. പക്ഷെ വാടകയ്ക്ക് എന്നാണ് മരുമോനോട് പറഞ്ഞിരിക്കുന്നത്. പുള്ളി അഭിമാനബോധം കുറച്ച് കൂടുതലുള്ള കൂട്ടത്തിലാണ്. ഭാര്യയ്ക്കുള്ള വീട് വാടക വീടാണെന്ന് വിശ്വസിച്ച് താമസിക്കുക, അത് കൊള്ളാം. നമുക്കൊരു ദിവസം പോകാം, പ്രിയയും ഭർത്താവിനെയും പരിചയപ്പെടാം. മോള് ജലജയെപ്പോലെ വെളുത്തിട്ടാണോ അതോ സാറിന്റെ ചായയാണോ? എന്നേക്കാൾ രവിയുമായിട്ടാണ് സാമ്യം. എന്റെ ഫോണിൽ ഫോട്ടോ ഉണ്ട്, കാണിക്കാം. കല്യാണ ഫോട്ടോ ഉണ്ട്. പിന്നെ മരുമോന്റെ കൂടെ നിൽക്കുന്ന 1-2 നല്ല ഫോട്ടോ ഉണ്ട്. രണ്ടുപേരെയും കാണാലോ. ഇതാ മരുമോൻ. നോക്കട്ടെ.
ഇതിലൊന്നുമില്ലല്ലോ. തുടങ്ങി ഫോണിന്റെ സൂക്കേട്. ചിലപ്പോ ഇങ്ങനെയാ, ഒരു അത്യാവശ്യം നോക്കുമ്പോ തകരാറാവും. താഴെ വീണ് പൊട്ടിയതുകൊണ്ടാ. സെറ്റ് മാറണം. സാരമില്ല ജലജെ, നേരിൽ കണ്ടേക്കാം. മോളുടെ പേര് കൊള്ളാം, സുപ്രിയ. എന്താ മരുമോന്റെ പേര്? അയാളുടെ പേര് ഇപ്പൊ വരാമേ. ഹലോ, അതെ. ഓ, ഗ്യാസ് ഏജൻസിന്നാണോ? വിളിച്ചിരുന്നു. ഞാനേ 9-ാം തീയതി ബുക്ക് ചെയ്തതാ. ഇതുവരെ സിലിണ്ടർ വന്നില്ല. അന്തം വിട്ടവൻ എന്തും ചെയ്യുന്നേ ഒരു പഴഞ്ചൊല്ലുണ്ട്. അങ്ങനൊരു പഴഞ്ചൊല്ല് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ കേട്ടല്ലോ, അത് തന്നെ ധാരാളം. ചെമ്പരിക്കൽക്കാർ അത്രയൊക്കെ കേട്ടാ മതി. അന്തം വിട്ടവനായ എന്നെ എന്തിനു നിങ്ങൾ വഴിയിൽ തടഞ്ഞു നിർത്തി, അതും ഈ രാത്രിയിൽ? ഞാൻ തടഞ്ഞു നിർത്തിയതല്ല, മനീഷ് എന്റെ ബൈക്കിന് മുമ്പിൽ വന്ന് കയറിയായിരുന്നില്ലേ? ഓ, ബൈക്ക്. അല്ല, എനിക്കും ഉണ്ടായിരുന്നേ സ്റ്റൈലിനൊരു ബൈക്ക്. അതുകൊണ്ട് അതിന്റെ കഥയൊന്നും ഇങ്ങോട്ട് പറയണ്ട. എന്നെ ബ്ലോക്ക് ചെയ്ത് എന്തിനാ? അത് കേൾക്കട്ടെ. ഞാൻ മനീഷിനെ ബ്ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ ബ്ലോക്ക് ചെയ്തിരുന്നു. അതാരാ? നിങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാ, മനീഷിന്റെ ഫാദർ ഇൻ ലോ. അല്ല, ഓട്ടോക്കാർക്ക് എന്താ ഇയാളെ തടയേണ്ട കാര്യം? തടഞ്ഞില്ല, ബ്ലോക്ക് ചെയ്തു എന്ന് ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. സോമൻ പിള്ള ഒരു റിക്വസ്റ്റ് നടത്താനാണ് വന്നത്. മനീഷിന്റെ ഈ പോക്കില് പുള്ളിക്കാരൻ അല്പം പ്രയാസമുണ്ട്. മകളെ ഓർത്താണ് ടെൻഷൻ. അതുകൊണ്ട് മനീഷിനോട് ഞാനൊന്ന് വന്ന് സംസാരിക്കണം. ഓ, ഉപദേശിച്ച് എന്നെ നന്നാക്കണം. അല്ല, ഈ സാരോപദേശം നടത്തി ആളുകളെ നേർവഴിക്ക് നടത്താൻ അങ്ങ് ആരാണാവോ? അമ്മായിയപ്പനുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ആ പാവത്തിന് വെറുതെ വിട്. അദ്ദേഹത്തിന് അറിയില്ലല്ലോ നമ്മൾ തമ്മിൽ അത്ര ടേംസിലല്ലാന്ന്. എന്ന് വെച്ചാൽ മനീഷ് ഞാനുമായിട്ട് നല്ല ടേംസിലല്ലാന്ന്. ചുരുക്കത്തിൽ ഉപദേശിച്ച് നന്നാക്കുന്നില്ല. ഛേ, എന്റെ നല്ലൊരു ചാൻസ് നഷ്ടമായി. എന്തിനാ മനീഷേ ആളുകളെ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയിപ്പിക്കുന്നത്? ഉപദേശത്തിന്റെ ആദ്യത്തെ ബെല്ല് മുഴങ്ങി, അതാണ്. ഞാനൊന്നും പറയുന്നില്ല. എന്നാലൊരു കാര്യം ചോദിക്കാനുണ്ട്. വിനായകൻ ആരാ? എന്തോന്നാ? വിനായകൻ ആരാണെന്ന്. അതെ, നീ എങ്ങോട്ടായി പോകുന്നു? അല്ല, ആരാന്നാ? അല്ലെങ്കിലും വല്ലവന്റെയും കാര്യം എന്നോട് എന്തിനാ ചോദിക്കുന്നേ? മനീഷിനെ അറിയാം എന്നുള്ളതുകൊണ്ട്. അല്ല, ചെമ്പരിക്കിലെ സാറ് വെള്ളമടി തുടങ്ങിയോ? അല്ല, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നു. മനീഷ് സ്മോള് കഴിച്ചാൽ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നു പറയുന്നതൊക്കെ വെറുതെയാ. മറ്റുള്ളവരുടെ കണ്ണില് പൊടിയിടാനുള്ള തന്ത്രം, അതുപോലൊരു തന്ത്രമാണ് മനീഷ്. വിനായകൻ എന്ന പേര് പറഞ്ഞ് എന്റെ വൈഫിനെ പരിചയപ്പെട്ടെന്തിനാ? അല്ലേ, ആരുടെ വൈഫിനെ ആര് പരിചയപ്പെടുന്ന? അതൊന്നും ഞാനല്ല. അല്ല, ഇതെന്താ ഗുണ്ടായിസോ? മനീഷേ, നമുക്ക് വളരെ മുമ്പേ തമ്മിലറിയാം. ഇത്തരം അടവുകളൊന്നും എന്നോട് വേണം. സുപ്രിയയ്ക്ക് മനസ്സിലായിട്ടില്ല വിനായകൻ ശരിക്കും ആരാണെന്ന്. എനിക്ക് മനസ്സിലായി. അയാളോട് സത്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. നിന്റെ ഉദ്ദേശം എന്തായാലും ഇനി അത് ആവർത്തിക്കരുത്. പിന്നെ ഞാനങ്ങ് പേടിച്ചു പോയി. പേടിപ്പിച്ചല്ല, മുന്നറിയിപ്പാണ്. എല്ലാ അർത്ഥത്തിലുള്ള മുന്നറിയിപ്പ്. ഓ, ചെവിക്കൊണ്ട നിനക്ക് നല്ലത്, അല്ലെങ്കിൽ പേടിക്കേണ്ടി വരും. ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ തുറന്ന് സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം. കാർത്തികയ്ക്ക് ഇതറിയില്ലേ? ചില കാര്യങ്ങൾക്ക് ഒരാമുഖം ഇല്ലാതെ പറ്റില്ല. പ്രത്യേകിച്ച് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന എന്റെ ഭർത്താവിന്റെ ഏട്ടനോട് സംസാരിക്കുമ്പോ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വേണ്ടി വരും. സജീവിന്റെ അമ്മ ഇവിടെ വന്ന വിവരം നന്ദന പറഞ്ഞു തന്നെയാണല്ലോ ഉദയേട്ടൻ അറിഞ്ഞത്. എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മാത്രം മനഃപൂർവ്വം പറഞ്ഞില്ല. എനിക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നു. ഇതാണോ ഒരു ഭാര്യയുടെ വിശ്വസ്തത? ഇതാണോ സാമാന്യ മര്യാദ? സജീവിന്റെ അമ്മ ഒരു തവണയല്ലേ വന്നുള്ളൂ. അത് നന്ദന പറഞ്ഞു. അവര് പിന്നെയും വന്നില്ലല്ലോ. ഒരു പ്രാവശ്യം വന്നു തന്നെ ധാരാളം.
എന്തായിരുന്നു ആ സതിയമ്മയുടെ ധൈര്യം? നല്ല കുലീനതയുള്ള മുഖം, പക്ഷേ ഉറുമിയെടുത്ത ഉണ്ണിയാർച്ചയാ. എന്ന് വെച്ച് കുഴപ്പക്കാരിയല്ല. എന്നെ മോളെന്നാ വിളിച്ചത്, അതും തികഞ്ഞ സ്നേഹത്തോടെ. ആ, ഞാൻ പുള്ളിക്കാരിയുടെ ഉറക്കം കെടുത്തിട്ടില്ലല്ലോ, അപ്പൊ പിന്നെ മോളെന്ന് വിളിക്കാം. മാറ്റർ എന്താണെന്ന് ഇനിയും പറഞ്ഞില്ല. കാര്യം സജീവ ചെയ്തത് മഹാപാപോ. എനിക്കാണെങ്കിൽ ഒരു കൊതുകിനെ പോലും കൊല്ലാൻ കൈ വിറയ്ക്കും. അപ്പോഴാ ഉദയേട്ടനെ നന്ദനെ വകവരുത്താൻ അവൻ കൊട്ടേഷൻ കൊടുത്തത്. ഭയങ്കര മനക്കെട്ട് തന്നെ. എനിക്കറിയാവുന്ന കാര്യം റിപ്പീറ്റ് ചെയ്യാണ് കാർത്തിക. ഉദയേട്ടനൊന്ന് കേക്ക്. നന്ദനയുടെ ഭാഗത്തും തെറ്റുണ്ട്. വെറും മാനേജർ മാത്രമായിരുന്നു സജീവ്, നമ്മുടെ ബന്ധുവോ മറ്റാരും അല്ല. പക്ഷേ നന്ദൻ ചെയ്ത എന്താ? സജീവിനെ തലയിൽ കയറ്റി പ്രതിഷ്ഠിച്ചു. ഞാൻ പലതവണ വാണിംഗ് കൊടുത്തതാ, ആര് കേൾക്കാൻ? ഒടുവില് അവൻ ജീവനെടുക്കാതിരുന്നത് ഭാഗ്യം. ഉദയേട്ടന്റെ നേരുകൊണ്ട് മാത്രമാ അന്നത്തെ അപകടത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടത്. നിരപരാധിയായ ഒരു ഭർത്താവും ഭാര്യയും ആ അപകടത്തിൽ മരിച്ചു. അതും എന്റെ നേരോണ്ടാണെന്ന് പറയോ? അവർക്കത്രേ ആയുസുണ്ടായിരുന്നുള്ളൂ. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? അല്ല, പോവാണോ? വെറുതെ വാചകമണി കേട്ടു നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു മിനിറ്റ്, ഉദ്ദേശിച്ചത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അത്രയ്ക്ക് വിഷമമുണ്ട് എനിക്ക്. ഞാൻ ഈ കോലത്ത് വന്നിട്ട് 12 വർഷമായി. ഇന്ന് വരെ ഒരാളും ഈ കുന്നത്തൂരെ മുറ്റത്ത് വന്നതെന്ന് ശപിച്ചിട്ടില്ല. അതിനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിട്ടുമില്ല. പക്ഷേ സജീവന്റെ അമ്മയ്ക്ക് ആ ധൈര്യം ഉണ്ടായി. എന്തൊക്കെയാ എന്റെ ദൈവമേ അവര് പറഞ്ഞിട്ട് പോയത്. നന്ദനയുടെ മുഖത്ത് നോക്കി അവര് പറഞ്ഞതെങ്കിലും ഉദയേട്ടനെ ബാധിക്കുന്ന കാര്യമല്ലേ, ഈ തറവാട്ടിനെ ബാധിക്കുന്ന കാര്യമല്ലേ? സതിയമ്മ അവരുടെ മകന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു. അത് ആ സ്ത്രീയുടെ ടെൻഷൻ കാരണ. ടെൻഷനുള്ളവരെല്ലാം മറ്റുള്ളവരെ ശപിക്കുകയാണോ ചെയ്യുന്നത്? ശാപത്തിന്റെ കാര്യം ആവർത്തിക്കുന്നു, എന്താണെന്ന് വ്യക്തമാക്കുന്നുമില്ല. നന്ദന ആ കാര്യം മാത്രം ഉദയേട്ടനോട് പറഞ്ഞിട്ടില്ലെന്ന് വ്യക്തമായി. മനഃപൂർവ്വം മറച്ചു വെച്ചതാ. ഒന്നോർത്താ നന്ദനെയും കുറ്റം പറയാൻ പറ്റില്ല. അത്ര കടുപ്പത്തിലാ ആ ചേച്ചി ശപിച്ചിട്ട് പോയത്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായി, ഇതുവരെ ഒരു കുഞ്ഞുണ്ടായിട്ടില്ല. അതിലാ സതിയമ്മ തുടങ്ങി വെച്ചത്. ബാക്കി എങ്ങനെയാ ഞാൻ ഉദയേട്ടനോട് പറയുന്നത്? എന്നാലും പറഞ്ഞേക്കാം, സജീവനെ ജയിലിൽ കയറ്റിയ നന്ദനെ, എടി രക്ഷസേ, നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാതെ പോട്ടെ, അങ്ങനെയാ സതിയമ്മ ശപിച്ചത്. ഒരു കാലത്ത് നന്ദനയ്ക്ക് മക്കളുണ്ടാവില്ലെന്ന് കണ്ണു നിറഞ്ഞു മുടി അഴിച്ചിട്ട് മുറ്റത്ത് നിന്ന് ഒരുപടി മണ്ണ് വാരിക്കൊണ്ടാ ആ ചേച്ചി പ്രാഗിയത്. ഞാൻ കരുതി നന്ദന എന്തെങ്കിലും അവരോട് പറയൂന്ന്. ഒരക്ഷരം മിണ്ടിയില്ല. മാതൃശാപം ഉദയേട്ടാ, മാതൃശാപം. അമ്മമാര് മനസ്സൊന്നൊന്ന് ശപിച്ചാ ഫലിക്കുമെന്നാ കേട്ടിട്ടുള്ളത്. ഫലിക്കല്ലേ എന്റെ തൃപ്രയറപ്പാ ശ്രീരാമ. നന്ദന് പ്രസവിക്കില്ലെന്ന് വെച്ചാ അതിനർത്ഥം ഉദയേട്ടന് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്നല്ലേ? അതിന്റെ ക്ഷീണം ഈ തറവാടിനാ. അതെനിക്ക് സഹിക്കില്ല. ഒന്നുമല്ലെങ്കിലും മരുമകളായി ആദ്യമായി വീട്ടിൽ വന്ന് കയറിയത് ഞാനാ. ഉദയേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഷോക്കായി പോയോ? ശാപവും അനുഗ്രഹമൊക്കെ വിശ്വാസങ്ങളുടെ ഭാഗമാണ്. ആവേശിയാണത്. ശാപം ഫലിക്കുമായിരുന്നെങ്കിൽ നമുക്കൊരു പിടി മണ്ണുവാരി പാകിസ്ഥാനെ ശപിച്ച് ഇല്ലാതാക്കായിരുന്നല്ലോ. എന്നിട്ട് പട്ടാളക്കാർക്ക് അവധി അനുവദിച്ച് വീട്ടിൽ പറഞ്ഞുവിടാം. എനിക്കും നന്ദനയ്ക്കും കുട്ടികളുണ്ടായില്ലെങ്കിൽ അതായിരിക്കും ഞങ്ങളുടെ വിധിയെന്ന് ആശ്വസിക്കാം. അതിന്റെ പേരിൽ കാർത്തികയ്ക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടാവണ്ട. സ്ട്രെസ് കൂടിയിട്ട് എന്തെങ്കിലും വരുത്തി വെക്കണ്ട. അതൊന്ന് ശ്രദ്ധിച്ചോളൂ.
എന്നിട്ട് കേക്കട്ടെ, ബാക്കി പറ. സതിയമ്മയുടെ വർത്തമാനം കേട്ട് എനിക്ക് കോരിത്തരിപ്പുണ്ടായി പ്രതിഭേ. ഈ പുളകം എന്നൊക്കെ പുസ്തകത്തിൽ പറയാറില്ലേ, അത് ഞാൻ നേരിട്ട് അനുഭവിച്ചു. വാരി വലിച്ചിട്ട് ഒരല കലക്കി നന്ദനെ. എന്തൊക്കെയാണെന്ന് പറ. ഇനി വിളമ്പാൻ ഒന്നുമില്ല. ഗേറ്റ് മുതൽ ഇവിടം വരെയും ഇവിടെ മുതൽ ഗേറ്റ് വരെയും വാതൊരാതെ പ്രാഗി. റെക്കോർഡ് ചെയ്ത് വെക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ പ്രതിഭയെ കേൾപ്പിച്ചു തരായിരുന്നു. നന്ദൻ എന്നിട്ട് മറുപടി ഒന്നും പറഞ്ഞില്ലേ? മറുപടിയോ? ചെവി പൊത്തി നിന്നുപോയി മാഡം. എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞിരുന്നെങ്കിലേ സതിയമ്മ മുഖം അടച്ച് അടി കൊടുക്കുമായിരുന്നു. ഛേ, ആ സമയത്ത് എനിക്കിങ്ങോട്ട് വരാൻ തോന്നിയില്ലല്ലോ. കഷ്ടമായി. അതേന്നേ. പ്രതിഭയ്ക്ക് കേൾക്കണോ? നന്ദന അവരുടെ വീട്ടില് സ്ഥിര സന്ദർശനം ഉണ്ടായിരുന്നു. അവളവിടെ പോകുന്ന കാര്യം കാർത്തികയ്ക്ക് അറിയാമായിരുന്നല്ലോ. ഹരിപ്രസാദും നന്ദനയും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ വരെ കാർത്തിക മാനേജറെ കൊണ്ടെടുപ്പിച്ചില്ലേ? അത് ഹരിപ്രസാദുമായിട്ടുള്ള ചങ്ങാത്തം. അന്ന് സജീവ ചിത്രത്തിലില്ലായിരുന്നു. ഓഫീസിലെ വിശ്വസ്തനായ മാനേജർ. അന്ന് അത് മാത്രമായിരുന്നു സജീവ്. ഇപ്പോഴല്ലേ കഥകൾ പലതും അറിഞ്ഞു വരുന്നത്. സതിയമ്മ പറയുന്നത് അവരുടെ മോന്റെ ജീവിതം നശിപ്പിച്ചത് നന്ദനയാണെന്നാ. ഏയ്, അതാ ചേച്ചിയുടെ അപ്പോഴത്തെ വിഷമം കൊണ്ട് പറയുന്നതായിരിക്കും. ഒരു നിലവാരത്തിൽ നിന്ന് താഴോട്ട് പോകുന്ന നന്ദനാന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പ്രതിഭയുടെ വെറും തോന്നല. നമ്മള് കണ്ട നന്ദനയല്ല യഥാർത്ഥത്തിലുള്ള നന്ദന. ഒരു ചെറുപ്പക്കാരന്റെ അമ്മ മനസ്സ് തുറക്കുമ്പോ നമ്മൾ എന്തിനാ വിശ്വസിക്കാതിരിക്കുന്നത്? അംഗവും കാണാം താളി ഓടിക്കാന്ന് കേട്ടിട്ടില്ലേ? സതിയമ്മയുടെ വീട്ടിൽ അടിക്കടി പോകുമ്പോ നന്ദനയുടെ ഉദ്ദേശം അതായിരുന്നു. അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ഹരിപ്രസാദിനെയും കാണാം, കൂട്ടത്തില് സജീവിനെയും കാണാം. സജീവിനെ അവൾ എന്നും ഓഫീസിൽ വെച്ച് കാണാറുള്ളതല്ലേ? അതുപോലെ ആണോ വീട്ടിൽ ചെന്ന് കാണുന്നത്? ഒക്കെ ഒരു തന്ത്രമാണെന്നേ. പ്രതിഭ പ്രേമിച്ചിട്ടില്ലേ? പിന്നെ ഞാൻ പ്രേമിച്ചിട്ടില്ലേ? ആരെയാ? ഞാൻ എന്റെ രഘുവേട്ടനെ. കല്യാണം കഴിഞ്ഞ ശേഷമാ ഞാൻ പ്രേമം തുടങ്ങിയത്. ഈ സജീവിന്റെ അമ്മ വന്ന സമയത്ത് ഉദയേട്ടൻ ഇവിടെ ഇല്ലായിരുന്നോ? അതല്ലേ കഷ്ടം. സൂക്ഷം പോലെ ആ നേരെ നോക്കി പുള്ളിക്കാരൻ പുറത്തുപോയി. അല്ലെങ്കിൽ ലൈവായി കാണായിരുന്നു ഭാര്യ നിന്ന് വിളർന്നത്. ഉദയേട്ടനും കിട്ടിയാനേ ഒരു ഡോസ്. സതിയമ്മ പുള്ളിക്കാരനെ പറ്റി പറഞ്ഞെന്താണെന്നറിയോ? തൈക്കളവനെന്ന്. ശരിക്കും അങ്ങനെ പറഞ്ഞോ? ഞാനീ പറയുന്ന കാര്യങ്ങളില് ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. പൂർണ്ണമായും സത്യമായിട്ടുള്ളതല്ല. എന്റെ മോനെ വഴിയാധാരമാക്കിയ രക്ഷസിന് മക്കളുണ്ടാവാതെ പോട്ടെ, അങ്ങനെയാ സതിയമ്മ ശപിച്ചത്. സത്യമാണോ കാർത്തികേ? തൃപ്രയാറപ്പനാണ് സത്യം. മുറ്റത്തുനിന്നൊരു പിടി മണ്ണ് വാരി ഇങ്ങനെ തലയ്ക്ക് ചുറ്റും ഒഴിഞ്ഞിട്ടാ അവർ ശപിച്ചത്. എന്നിട്ടും നന്ദനയൊന്നും മിണ്ടിയില്ലേ? മിണ്ടും വിവരം അറിയും. ഞാൻ പറഞ്ഞില്ലേ, 2 കൈ കൊണ്ട് ചെവി പൊത്തി ഒറ്റ നിൽപ്പ. സതിയമ്മ വിടുവോ? ആ കൈ പിടിച്ചു മാറ്റിയിട്ട് അവരവളുടെ ചെവിയിൽ ബാക്കി കൂടി പറഞ്ഞു. നന്ദനെ എന്ത് ചെയ്യാനാ? ഇവിടെ നിറങ്ങി പോകാൻ പറ്റൂ? ഇതുവരെ അവള് ഗർഭലക്ഷണമൊന്നും കാണിച്ചില്ലല്ലോ അല്ലേ? ഇല്ല. ഇത്ര ആയ സ്ഥിതിക്ക് എനിക്ക് ഒരു കാര്യം തോന്നുന്നുണ്ട്. സതിയമ്മയെ പോലുള്ളവരുടെ ശാപം, നമ്മുടെ പ്രാർത്ഥന, ഇതെല്ലാം കൂടി ചേർന്ന ഒരു ശക്തി ഉണ്ടാവും. ആ ശക്തി എതിരെ നിൽക്കുമ്പോ നന്ദനിക്ക് കുട്ടികൾ ഉണ്ടാവോ? എവിടെ? അവക്കൊരു കുഞ്ഞ് ജനിക്കില്ല, ഉറപ്പാ.